ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ സിവിൽ സർജൻ ഉടൻ തിരിച്ചെത്തുമെന്ന് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി.പി. ജോൺ. ആശുപത്രിയുടെ വികസനത്തിന് 1,18,00,000 രൂപ നീക്കിവെച്ചിട്ടുണ്ട്. ഈവനിംഗ് OP, ഗ്രോ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, വൈദ്യുതി ഏകീകരണം തുടങ്ങി വിവിധ പദ്ധതികൾക്കാണ് പണം അനുവദിച്ചിരിക്കുന്നത് എന്നും വി.പി. ജോൺ പറഞ്ഞു. ഉപ്പുതറ CHC-യുമായി ബന്ധപ്പെട്ട് 1,18,00,000 രൂപ ഈ പ്രാവശ്യം വികസന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ ആശുപത്രിയുടെ ഈവനിംഗ് OPക്കും സെക്കൻഡറി പാലിയേറ്റീവിനുമൊക്കെയായി പൈസ വെച്ചിട്ടുണ്ട്. 25 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റ് ഗ്രേ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആ സ്ഥാപനത്തിൽ സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഈവനിംഗ് OPക്ക് 15 ലക്ഷം രൂപയും സെക്കൻഡറി പാലിയേറ്റീവിന് 15 ലക്ഷം രൂപയും 7 ലക്ഷം രൂപ ആശുപത്രിയിൽ മരുന്ന് മേടിക്കുന്നതിന് വേണ്ടി, ഗവൺമെൻറ് സപ്ലൈക്ക് ഷോർട്ടേജ് വരുന്ന സമയത്ത് മരുന്ന് മേടിക്കുന്നതിന് വേണ്ടി 7 ലക്ഷം രൂപയും, ദൈനംദിന ചിലവിന് വേണ്ടി HMCയുടെ ദൈനംദിന ചിലവിന് വേണ്ടി 5 ലക്ഷം രൂപയും വകയിരുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആശുപത്രിയിലെ വൈദ്യുതി ഏകീകരണത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ 5-6 മീറ്ററാണ് വെച്ച് വൈദ്യുതി അവിടെ ഉപയോഗിക്കുന്നത്. അതൊരു പാനൽ ബോർഡ് വെച്ചിട്ട് കേബിൾ കണക്ഷൻ കൊടുത്ത് ഒറ്റ കണക്ഷനായിക്കൊണ്ട് വൈദ്യുതി ബില്ല് ലാഭിക്കുന്നതിന് വേണ്ടിയുള്ള ഏതാണ്ട് 5 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റ് വെച്ചു. അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ ഒരു മോഡേൺ ആശുപത്രി ആക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ആശുപത്രിയുടെ ബെഡിന്, രോഗികൾ കിടക്കുന്ന ബെഡിന് ചുറ്റും കർട്ടൻ ഇടുന്നതിന് വേണ്ടിയുള്ള സംവിധാനം നമ്മൾ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ 5 ഡോക്ടർമാർ അഡ്വോക്കിൽ നിന്നും നമ്മുടെ NHM-ന്നുമായിട്ട് 5 ഡോക്ടർമാരും ഈവനിംഗ് OP ബ്ലോക്ക് പഞ്ചായത്ത് വെച്ചൊരു ഡോക്ടറുമാണുള്ളത്. അതോടൊപ്പം തന്നെ ദന്തൽ OP ഉണ്ട്, അതിലൊരു ഡോക്ടർ നമുക്കിവിടെ ഉണ്ട്, അത് NHM-ന്ന് വെച്ച ഡോക്ടറാണ്. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് സിവിൽ സർജൻ്റെ പോസ്റ്റ് ഏതാണ്ട് 68 സിവിൽ സർജന്മാരുടെ പ്രൊമോഷൻ ലിസ്റ്റ് സംസ്ഥാന ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ട്. താമസിക്കാതെ തന്നെ സിവിൽ സർജൻ്റെ പോസ്റ്റിലേക്ക് ആളുകളുടെ നിയമന ഉത്തരവ് വരും. ഈ ജില്ലയിൽ നിന്ന് തന്നെ 4 ഡോക്ടർമാർ സിവിൽ സർജന്മാരായി പ്രൊമോഷൻ ലിസ്റ്റിലുണ്ട്. അതിൽ ഒരാളെ നമുക്ക് തരാമെന്ന് ബന്ധപ്പെട്ട DHS-ന്ന് കത്ത് തന്നിട്ടുണ്ട്.